ഈ ചെറുപ്പക്കാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റക്കാരായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അതിനിഷ്ഠൂരമായ കൊലപാതകം ഇവിടെ 3 നടത്തിയ ഒരുത്തനെ ഈ പോലീസിനോടൊപ്പം തന്നെ പിടിക്കുന്നതിന് വേണ്ടി 2 ദിവസം അവർ ഉറക്കവും ഊണും ഇല്ലാതെ ഈ കാടും മലയും കുളവും തേടി അലഞ്ഞ കുട്ടികളാണ്. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഒരു പ്രതിയെ ആക്രമിച്ച് കൊല്ലാനുള്ള അധികാരമൊന്നും ജനക്കൂട്ടത്തിന് കൊടുക്കാൻ കഴിയില്ലല്ലോ. അത് നിയമപരമല്ലല്ലോ. അത് അംഗീകരിച്ചേ മതിയാവും. അത് അംഗീകരിക്കാത്ത ആൾക്കാരൊന്നുമല്ല ഇവിടുത്തെ നെന്മാറയിലെ കുട്ടികൾ. അവർക്ക് പറഞ്ഞ ബോധ്യമുണ്ട്, അവർ ചെയ്യുകയും ചെയ്യും. സമാധാനപരമായി പോലീസിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും. പോലീസ് സഹായിച്ചുകൊണ്ടാണല്ലോ 36 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ പോലീസ് തന്നെ പിടിക്കാനും കഴിഞ്ഞത്. ഇപ്പോൾ പോലീസ് നിഷ്ക്രിയമാണ് പറഞ്ഞാൽ കഴിയില്ലല്ലോ. കഴിയുമോ? ഇല്ല. 36 മണിക്കൂറിനുള്ളിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പെട്ട ഒരു കേസിനെ ഈ കേരള പോലീസ് തന്നെയാണ് പിടിച്ചത്. ആ കേരള പോലീസ് അതിനെ അഭിനന്ദിക്കുകയാണ്. അതിലൊന്നും സംശയമൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാരും അതിന് വന്നേണ്ടേ. പക്ഷെ ആൾക്കാർക്ക് ഈ പ്രതി, ഈ ക്രൂരനെ, ഈ പിശാചിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വന്നത്. വേറെ ഒന്നുമല്ല. അവനെ ഈ നാട്ടുകാരുടെ കൈ കിട്ടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു. പക്ഷെ പോലീസ് പിടിച്ചുകൊണ്ട് ഈ പിശാചിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ജനക്കൂട്ടം ഇവിടെ വന്നത്. അത് നിയന്ത്രണ വിധേയം തന്നെയാണ്, യാതൊരു തർക്കവും വേണ്ട. ചില വീഴ്ചകൾ ഉണ്ടായിരുന്നു, അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ പോലീസായി മാറിയല്ലോ. അതിൽ ഇനിയിപ്പോ തർക്കമുണ്ടോ? തല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോ ഉണ്ടാവും. കാരണം ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ ഒരു ജനക്കൂട്ടം കയറി പോണു, നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഉണ്ടായതായിരിക്കാം. പക്ഷെ ഈ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിച്ചല്ലേ മതിയാവുള്ളൂ. എല്ലാ കുട്ടികളോടും കേസിന്റെ കാര്യമായിട്ട് പോലീസിനോട് സഹകരിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ പോലീസിനെ ശത്രുവായി കണ്ട് ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അതിനെ ഇതിന്റെ ഇടയിൽ കൂടി ചില ആൾക്കാർ മുതലെടുപ്പ് നടത്തി. പോലീസിന് എന്തോ കുഴപ്പമാണ്, എറിയടാ തകർക്കടാ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഇത് ഉണ്ടായത്. അതിപ്പോൾ നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അനിയന്മാര് എല്ലാവരും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ശാന്തമായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കഴിയോ? നേരത്തെ ഉണ്ടായിരുന്നൊരവസ്ഥയിൽ കഴിയില്ലല്ലോ. അത് മാറി. തീർച്ചയായിട്ടും നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാവും, പോലീസിനൊപ്പം ഉണ്ടാവും. പോലീസ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിലല്ലേ? ഈ 36 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന കൊടുംക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ആശങ്കയിലായിരുന്നു. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയാണ്, ഇനി അടുത്ത ഏരിയ ആരാണ് എന്നുള്ള ഒരു സംശയം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. 5 അവന്റെ മനസ്സിൽ ഇനി എത്ര പേരുണ്ടെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ആരുടെ? കാരണം ഇതൊരു സൈക്കോ എന്നാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ആരാണ് ശത്രു, എപ്പോഴാണ് ശത്രുത തോന്നുന്നതെന്ന് പറയാൻ കഴിയാത്ത മനോവൈകൃതത്തിന് ഉടമയാണ്. അതുകൊണ്ട് എപ്പോൾ ആർക്കും നേരെ ചാടി വീണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ നിന്ന് എന്തായാലും അവനെ പിടിച്ചതിൽ അത് അഭിനന്ദനം അർഹിക്കുകയാണ് പോലീസ്. ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പോലീസിനോടൊപ്പം ഇത്ര നേരവും ഉണ്ടായിരുന്നു. ഈ പിടിക്കുന്നവരെയും അപ്പോൾ മാട്ടായി ഭാഗത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 100-300 ചെറുപ്പക്കാരാണ് അവിടെ തിരയാൻ വേണ്ടി പോയത്. ആ കാട്ടിനുള്ളിൽ പാമ്പ്, അതുപോലെ തന്നെ എല്ലാ വന്യമൃഗങ്ങളുള്ള കാട്ടിനുള്ളിലാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ കയറി നടന്നത്. അതെന്തുകൊണ്ടാണ്? ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. കാരണം ഈ പിശാചിനെ, ഈ കൊടുങ്കൂരിനെ പിടിക്കണം എന്നുള്ള ഒറ്റ ആത്മാർത്ഥത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള ഒരു വികാരം, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള തള്ളിക്കയറ്റമാണ്. ഇതിനൊരു നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് എതിരായിട്ടുള്ളതൊന്നുമല്ല. ഈ പറയുന്ന ചന്താമരയോടുള്ള വൈരാഗ്യമാണ് അവർ കാണിച്ചത്. അല്ലാണ്ട് ഇപ്പൊ പോലീസിനോടുള്ള വൈരാഗ്യം നമുക്ക് ആലോചിക്കാം. അതിപ്പോ പിന്നീട് ആലോചിക്കാം. പിന്നെന്താ സംശയമുണ്ടോ? എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പോലീസ് സേന ഇപ്പോ പിടിക്കപ്പെടുന്നതാണോ എന്നുള്ള രൂപത്തിലായിരുന്നല്ലോ. 38 മണിക്കൂറാണ്. ഞങ്ങൾ വിചാരിച്ചത് ഒരു 48 മണിക്കൂറിനുള്ളിൽ. എന്തായാലും നെന്മാറ MLA-യുടെയൊക്കെ ഒരു ശ്രമഫലമായി ജനങ്ങളെ ശാന്തരാക്കിയിരിക്കുന്നു. അതൊരു വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് പോലീസിനോടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെതിരല്ല. ചെന്താമരയോടുള്ള ആളുകളുടെ ഒരു പ്രതിഷേധമാണ് കണ്ടത്. അന്വേഷണമായി പൂർണ്ണ തോതിൽ സഹകരിക്കും. അത് അവിടുത്തെ ആളുകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴുണ്ടായ ആ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായി ഉണ്ടായ ഒരു ചെന്താമരയുടെ ഈ കൊടും ക്രൂരത കണ്ടുള്ള ജനങ്ങളുടെ ഒരു വികാരവിക്ഷോഭമായി മാത്രം കണ്ടാൽ മതി. മറ്റ് രീതിയിലൊന്നും പോലീസിനെതിരായ ഒരു സമീപനവുമില്ല. പിന്നെ മറ്റു ചിലർ പോലീസിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു അക്രമ സംഭവം ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു എന്നുകൂടി MLA പറയുകയുണ്ടായി. എന്തായാലും ആളുകളൊക്കെ കാര്യങ്ങൾ സമവായത്തിൽ എത്തിയിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾ പിരിഞ്ഞു പോകും എന്നാണ് MLA ഉറപ്പിക്കുന്നത്.